ഹലോ, വെരി ഗുഡ് മോർണിംഗ്. MMA മലയാളം കോമ്പാക്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആസ് യൂഷ്വൽ, നോ വളച്ചുകെട്ട്, ജോൺ ജോൺസ് റിട്ടയർമെൻറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് എനിക്ക് വീഡിയോ 2 ദിവസം മുമ്പേ ഇടാമായിരുന്നു. പക്ഷേ എനിക്ക് പറയാനൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഫൈറ്റർ റിട്ടയർ ചെയ്തു, ഇപ്പോൾ എന്ത് പറയാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടല്ലോ, ടൊപ്പൂരി ആൻഡ് ചാൾസിൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കമൻറ്റ് കണ്ടു, ഒരു 3-4 കമൻറ്റുകൾ, അതോ അതിൽ കൂടുതലോ, ജോൺ ജോൺസ് റിട്ടയർമെൻറ്റിനെ പറ്റി സംസാരിക്കണം. അപ്പോഴാണ് എനിക്കിങ്ങനെ മോട്ടിവേഷൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് സംസാരിക്കാനാണ്. ഞാൻ അതിനകത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കമൻ്റ് ഇട്ട ആളുകൾക്ക് റിപ്ലൈ കൊടുത്തു, എൻ്റെ അഭിപ്രായം എന്താണെന്ന്. പിന്നെ ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ട് ശരി, എനിക്കിങ്ങനെ നമ്മൾ കമൻറ്റ് കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭ്രാന്താണ്. നമുക്കൊരു വീഡിയോ ഇടാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജോൺ ജോൺസ് റിട്ടയർമെൻറ്റ്, ചില പ്രധാനപ്പെട്ട ഇഷ്യൂ, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരാൾ റിട്ടയർ ചെയ്തു, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ്, ജോൺസ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരാളുടെ പേഴ്സണൽ മാറ്ററാണ്, പുള്ളിയുടെ ഇഷ്ടമല്ലേ റിട്ടയർ ചെയ്യണോ കളിക്കണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പുള്ളി ഡിസൈഡ് ചെയ്തു റിട്ടയർ ചെയ്യുക എന്നുള്ളത്. പുള്ളി അത് ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അംഗീകരിക്കണം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഡക്കാണെങ്കിലും കോഴിയാണെങ്കിലും കാളയാണെങ്കിലും എന്തോ ആണെങ്കിലും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെയിറ്റ് ടു പോയിന്റ്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഈ ഓരോ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ അത് സത്യമാണ് കേട്ടോ, എൻ്റെ തോന്നലല്ല. ഞാൻ എന്നെ കുറ്റം പറയത്തില്ല. ഓരോ കാലത്തിലും ഓരോ പിള്ളേരുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേർ, അപ്പോൾ ഈ പിള്ളേരെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളമാണ്, ആകപ്പാടെ കൊച്ചു കേരളമാണ്. അപ്പോൾ ഈ MMA എന്നൊക്കെ പറയുന്നത് ചെറിയൊരു ക്രൗഡാണ്. ഞാൻ ലോകമെമ്പാടുമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ക്രൗഡ് എടുത്തു കഴിയുമ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ ജോൺസിൻ്റെ, ഇപ്പോഴത്തെ പിള്ളേർ ജോൺസ് ആരാണെന്ന് അറിഞ്ഞുകൂടാ അവർക്ക്. കാരണം നിസ്സാരമാണ്. കാരണം അവരെ കുറ്റം പറയുകയല്ല, കാരണം അവർ ജോൺസിൻ്റെ അങ്ങനെ ലൈവ് കളികൾ കണ്ടിട്ടില്ല. അവർ കാണുന്ന, എനിക്ക് തോന്നുന്നു, ജോൺസ് റേസ് ഫൈറ്റൊക്കെയാണ് അവർ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ക്ലോസ് ആയിരുന്നല്ലോ. അപ്പോൾ അവർ വിചാരിക്കും, ഇതാണോ ഈ ജോൺസ് എന്ന് പറയുന്നത്, ഇത് റേസ് ജയിച്ചല്ല എന്ന് പറയും. പിന്നെ ജോൺസിൻ്റെ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ജോൺസ് സ്റ്റീപ്പയുടെ കളി കണ്ടു. അപ്പോൾ ഇതാണോ ജോൺ ജോൺസ്, ഇത് വലിയ സംഭവമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവർ ജോൺസിൻ്റെയും ഗസ്താഫ്സിൻ്റെയും ആദ്യത്തെ കളി കണ്ടു, രണ്ടാമത്തെ കളി അങ്ങ് മറക്കും. ആദ്യത്തെ കളി കണ്ടു, ഇതാണോ ജോൺ ജോൺസ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേർ ജോൺസിൻ്റെ ഈ ഒരു സ്റ്റേജേ കണ്ടിട്ടുള്ളൂ. ഇപ്പം ഉദാഹരണത്തിന് എന്നെ തന്നെ എടുത്തോളൂ. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ജോൺസിൻ്റെ ആ പ്രൈം കണ്ടിട്ടുണ്ട്, ജോൺസിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജോൺസിനെ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ജോൺസിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഈ നമ്മുടെ ആ സമയത്ത് സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡർസൺ സിൽവ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആൻഡർസൺ സിൽവ, ജോൺ ജോൺസ്, പിന്നെ GSP, പിന്നെ അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഇവരൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട സംഭവം. അന്ന് ഈ പറയുന്ന ഈ മക്കാശേവിൻ്റെ ഒന്നും പൊടി പോലും ഇല്ല, ഹബീബും ഇല്ല. ഹബീബൊക്കെ അന്ന് പ്രിലിംസിലാണ് കളിക്കുന്നത്. ജോൺസ് ഒക്കെ കത്തി നിൽക്കുന്ന സമയത്ത് പ്രിലിംസിൽ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഒരു ലെജൻസിൻ്റെ കാലഘട്ടമായിരുന്നു. ഫീഡോർ ആ സമയത്ത് പ്രൈം ആയിരുന്നു. പ്രൈം താണ്ടി കുറച്ചങ്ങോട്ട്, അങ്ങനെ ആ സമയത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലായി. അപ്പം നമ്മൾ ജോൺസിൻ്റെ ആ ഒരു കാലഘട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറ്റം പറയുകയല്ല, ഇപ്പോഴത്തെ പിള്ളേർ അത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ ജോൺസിനെ ഇങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത്. എനിവേസ് കാലഘട്ടങ്ങൾ നമ്മൾക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇനി ഈ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത കാലഘട്ടം വരും, അത് അവർക്ക് ജോൺസ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. മനസ്സിലായോ? അപ്പോൾ ഇനി എൻ്റെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഇതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ജോൺ ജോൺസ് ടോം ആസ്പിനലിൻ്റെ കൂടെ, ഇവിടെ ഞാൻ ജോൺസിനെ ഒന്ന് കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾക്ക് എന്തെങ്കിലും പറയണമല്ലോ, വിഷമം കൊണ്ട് പറയുന്നതാണ്. അതായത് ജോൺ സത്യം പറഞ്ഞാൽ ഈ ഫൈറ്റ് എടുക്കണമായിരുന്നു ടോമിൻ്റെ കൂടെ. ഇഷ്ടം പോലെ മണി എനിക്ക് തോന്നുന്നു ഡാനാവൈറ്റ് കാശ് കൊടുക്കാൻ തയ്യാറായിരുന്നു. അത് മേടിച്ചിട്ട് ചിലപ്പോൾ ടോം തോപ്പിക്കുമായിരിക്കും. എന്തോന്ന് ലീഗസി,
മണി കിട്ടുക, എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഇത് ലീഗസി. ലാസ്റ്റ് ഓക്കെ, തോറ്റു, കളിയല്ലേ, ഫൈറ്റർ ആസ് എ ഫൈറ്റർ, ഇതൊരു സ്പോർട്സാണ്, തോറ്റു, അതിനിപ്പോൾ എന്താണ്. പക്ഷേ ഞാൻ ഇന്നലെ കമൻറ്റിൽ വിട്ടിരുന്നു, ഇത് ചില മനുഷ്യരങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹബീബ്, ജോൺ ജോൺസ്, ഇവർക്ക് കാശിനേക്കാളും പ്രധാനം എന്ന് പറഞ്ഞാൽ ലീഗസിയാണ്. അതും അവിടെ വരുമ്പോൾ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എഗൈൻ, പേഴ്സണൽ ചോയ്സ്. ചിലപ്പം നമുക്കൊക്കെ, ഇപ്പം എന്നെ പോലുള്ള ആളുകൾക്ക് നമുക്ക് തോൽവി ഒരു വിഷയമല്ലായിരിക്കും. കാരണം നമ്മളിങ്ങനെ തോറ്റ് കിടക്കുന്നതുകൊണ്ടേ നമുക്ക് അത് വിഷയമല്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവർക്ക് തോൽവി എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ചിലപ്പം ജോൺസ് ചിന്തിക്കുന്നേ, ഹബീബ് ചിന്തിക്കുന്നതൊക്കെ ഇങ്ങനെയായിരിക്കും, തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനി അങ്ങോട്ടുള്ള കാലം എങ്ങനെ ജീവിക്കും, പിടിച്ചാൽ കിട്ടൂല എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ജോൺ ജോൺസ് റിട്ടയർ ചെയ്തത്. ഇനി ഒരു ലാസ്റ്റ്, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ജോൺ ജോൺസ് ഒരുപക്ഷെ ടോമുമായിട്ട് ഫൈറ്റ് ചെയ്തേനെ. ഇവിടെ ഈ വിഷയം വന്നത്, ഞാൻ ആദ്യം പറഞ്ഞ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേരുണ്ടല്ലോ, മൂപ്പരെ ഇട്ട് ഇങ്ങനെ ഈ ഒരു വലിയ ഈ തോട്ടിയെടുത്ത് ഇങ്ങനെ കുത്തി ഉണ്ടല്ലോ, പുള്ളി ഇറിറ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതായത് ഈ ഡക്ക് എന്നൊക്കെ വിളിച്ചിട്ടേ, അതാണ് പുള്ളി ഫ്രസ്ട്രേറ്റ് ആയിട്ട്, പുള്ളി പിന്നെ തമാശ രീതിയിലൊക്കെ ഡക്കെന്ന് പുള്ളി ഇറിറ്റേറ്റ് ആയി ജോൺ ജോൺസെ. പകരം ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു അപ്രോച്ച് എടുത്തിരുന്നെങ്കിൽ, അല്ലാതെ ഈ ഫാൻസ് എന്ന് പറയുന്നത്, എഗെയിൻ ഞാൻ പറയുന്നത് കേരളമല്ല ഞാൻ പറയുന്നത്, കേരളം ഇതിനകത്ത് വരത്തില്ല, നമ്മളൊരു ചെറിയ പിക്ചറാണ്, ലോകമെമ്പാടുമാണ് പറയുന്നത്. ഞാൻ ഈ സായിപ്പന്മാരുടെ കേസാണ് പറയുന്നത്. ഈ ഇവന്മാരെല്ലാം കൂടെ സപ്പോസ് ഇങ്ങനെ ചുമ്മാ ഒന്ന് കയറ്റിപ്പെടുത്തില്ല, ഒന്ന് ഏറി കയറ്റിയിട്ടും, ജോൺ സാറൊന്ന് ടോമുമായിട്ട് ഫൈറ്റ് ചെയ്യുക, ടോമിന് ഭയങ്കര അഹങ്കാരമാണ്, സാറിന് മാത്രമേ ടോമിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ ഒന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ജോൺസ് ടോമുമായിട്ട് ഫൈറ്റ് ചെയ്തേ. ഇത് അങ്ങേർക്കിട്ട് കുത്തി, ഞാൻ പറഞ്ഞില്ലേ, തോട്ടി വെച്ച് കുത്തി ടോർച്ചർ ചെയ്ത് ഡക്ക് എന്ന് വിളിക്കുമ്പോൾ മൂപ്പര് തന്നെ ആലോചിക്കും, കാശൊക്കെ എനിക്ക് കിട്ടും, ഇനി ഒരുപക്ഷെ ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ ഇവന്മാർക്കൊക്കെ അങ്ങ് ഭയങ്കര ഇളക്കമായിരിക്കുമല്ലോ, ഇവന്മാരെന്നെ പിന്നെ വെച്ചേക്കത്തില്ലല്ലോ, എനിക്ക് പിന്നെ നെറ്റ് തുറക്കാനേ പറ്റത്തില്ലല്ലോ, എങ്ങാണ് ഞാൻ തോറ്റുപോയ. സ്പോർട്സ് ആണല്ലോ, ജയവും തോൽവിയൊക്കെ പോസിബിളാണ്. ഓക്കെ, കരഞ്ഞതല്ല കേട്ടോ, ജോൺസ് റിട്ടയർ ആയതുകൊണ്ട് കരഞ്ഞല്ല, വിയർക്കുന്നു ഞാൻ. ഫാൻ ഇട്ടിട്ടില്ല, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കേൾക്കത്തില്ല ഞാൻ പറയുന്നത്, അതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പകരം ഇങ്ങനൊരു അപ്രോച്ച്, ജോൺ സാർ ഒരു ലെജൻഡാണ്, സാറിന് മാത്രമേ ടോമിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സാറിന് മാത്രമേ ടോമിൻ്റെ അഹങ്കാരം, സാർ ലെജൻഡാണ്, സാർ ഒന്നും കൂടെ ഫൈറ്റ് ചെയ്യണം, ഞങ്ങൾ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ മൂപ്പരൊരു പക്ഷേ അതിനകത്ത് വീണ് കാശും എടുത്ത് പുള്ളിയും വിചാരിച്ചേനെ, തോറ്റെങ്കിൽ തോറ്റ്, ഫാൻസിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും. ഇത് ഈ ഫാൻസ് പറഞ്ഞ ആളുകൾ തന്നെയല്ലേ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്? ഇങ്ങേര് ഫാൻസും പറയുന്നില്ല, ഫാൻസ് ആണെങ്കിൽ ഇങ്ങേർക്ക് എതിര്. അപ്പൊ ഇങ്ങേരും വിചാരിച്ച്, ഞാനെന്തിനാ പിന്നെ വെയിറ്റ് ചെയ്യുന്നത്, ഇവന്മാരെ ഞാൻ തോക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, പിന്നെ ഞാനെന്തിനാ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരിത് വരത്തില്ലേ. അങ്ങനെയാണ്, ഇത് തന്നെയാണ് സംഭവം. അങ്ങേർക്കിട്ട് കുത്തി ടോർച്ചർ ചെയ്തിട്ട് അങ്ങേരെ കൊണ്ട് റിട്ടയർ ചെയ്യിപ്പിച്ച്, അങ്ങേരെ ഒരു പാതിരാത്രി അങ്ങേര് വിചാരിച്ച് ഞാനെന്തിനാ വെയിറ്റ് ചെയ്യണം, ഇത്രയും നാൾ ഞാൻ ഉണ്ടാക്കിയ ലീഗസി ഇവന്മാർക്ക് വേണ്ടി, തോറ്റ് കഴിഞ്ഞാൽ ഇവന്മാരെ ഇരുത്തിപ്പൊറപ്പിക്കൂല, നെറ്റ് എനിക്ക് തുറക്കാൻ പറ്റൂല, ഫോൺ എനിക്ക് തുറക്കാൻ പറ്റൂല, ഞാൻ റിട്ടയർ ചെയ്യാൻ പോണു. ഇതാണ് സംഭവം. ഇപ്പൊ എന്നെ പോലുള്ള ഫാൻസ് ഉണ്ടായിരുന്നു, ഞങ്ങള് ഇങ്ങനെ ജോൺസ് സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആകെ 1% ഉള്ളായിരുന്നു, ബാക്കി 99% അങ്ങേരെ ടോർച്ചറായിരുന്നു. അങ്ങേർക്ക് ഫോൺ തുറക്കാൻ പറ്റുന്നില്ല, ഇവന്മാര് ചുമ്മാ ടോർച്ചർ ചെയ്തേ. അങ്ങേരും പറഞ്ഞു ഇവിടുന്ന് ഫൈറ്റ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നു, ഈ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ വെറും ഡിസ്ട്രിക്റ്റിലും പിന്നെ ചെറുതായിട്ടൊന്ന് സ്റ്റേറ്റിലും അവിടെ എവിടെയും കളിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഇത് ചില്ലറ മാറ്റർ അല്ല. ഈ ഫൈറ്റ് എന്ന് പറയുന്നത് സ്പോർട്സേ ചില്ലറ മാറ്റർ അല്ല, ഇത് ഒട്ടുമല്ല. ഈ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഉറക്കം വരത്തില്ല. അപ്പൊ ഈ ജോൺസിന്റെ ഒക്കെ സ്ഥലത്ത് ഹയസ്റ്റ് ലെവലിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. പുള്ളി വിചാരിച്ച് പോടുന്നത്, എന്തോന്ന് ഫൈറ്റ്, ഞാൻ റിട്ടയർ ചെയ്യണം ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഫൈറ്റർ ആയിരുന്നു, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇച്ചിരി കൂടിപ്പോയി, നീളം കൂടിപ്പോയി, എനിക്ക് ഈ നീളമുള്ള വീഡിയോസ് കാണുമ്പോഴേ അലർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിള്ളേരോട് പറയുന്നത്, അങ്ങനെ ഒരു ലെജൻഡ് ആയിരുന്നു കേട്ടോ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ജോൺസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നമുക്കൊരു നഷ്ടമായിപ്പോയി, നമുക്കൊരു ഫൈറ്റ് കൂടെ നമുക്ക് നഷ്ടമായിപ്പോയി. അതാണ് എനിക്കൊരു ചെറിയൊരു വിഷമം. നമുക്ക് ജോൺസ് വേഴ്സസ് ടോം അതൊരു ഫൈറ്റ് ആയിരുന്നു മച്ചാരെ, നഷ്ടമായി, കയ്യിന്ന് പോയി. പോട്ടെ, ഇനി ഇല്ലിയ ഇസ്ലാമെങ്കിലും നടക്കുമായിരിക്കും, ഇല്ലിയ ജയിക്കട്ടെ ചാൾസിന്റെ കൂടെ. ഓക്കെ.